ആര്യ രാജേന്ദ്രനെ ഈ പ്രചാരണ രംഗത്ത് നിന്ന് പാർട്ടി മാറ്റി എന്നൊരു ആരോപണമുണ്ട്. അതെങ്ങനെയാണ്? പത്രക്കാരുണ്ടാക്കിയിട്ടുള്ള ആരോപണമാണ്. പാർട്ടി ആരെയും മാറ്റിയിട്ടില്ല. അവർക്ക് കോർപ്പറേഷൻ്റെ പൊതുവിലുള്ള ചുമതലയുണ്ട്. 4-5 വാർഡ് പ്രത്യേകിച്ചുള്ള ചുമതല കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മറ്റേ അവർ സുഖമില്ലാതെ കിടക്കുകയുടെ വീട്ടിൽ 2 ദിവസം മെഡിക്കൽ കോളേജിൽ അസുഖം മറ്റ് കിടന്ന് ഒരു അസുഖത്തിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അത് ആ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിയിട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള ഒരു പ്രതിസന്ധി ആകുമെന്ന് കരുതുന്നുണ്ടോ? സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. അതിലെന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിലിലാവും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലവേദന ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പാർട്ടിയുടെ ഒരു മുഖമായിരുന്ന, പത്തനംതിട്ടയിലെ മുഖമായിരുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റിലായി മറ്റു കൂടുതൽ വിവരം കിട്ടിയ ശേഷം ആവശ്യമായ സംഘടനാ നടപടി പാർട്ടി എടുക്കുമെന്ന് പാർട്ടിയുടെ സെക്രട്ടറി ഗോതഭാഷ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ മേൽ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ സ്വീകരിക്കും. അതിൻ്റെ ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ഈ ആര്യ രാജേന്ദ്രനെ ഈ പ്രചാരണ രംഗത്ത് നിന്ന് പാർട്ടി മാറ്റി എന്നൊരു ആരോപണമുണ്ട്. അതെങ്ങനെയാണ്? പത്രക്കാരുണ്ടാക്കിയിട്ടുള്ള ആരോപണമാണ്. പാർട്ടി ആരെയും മാറ്റിയിട്ടില്ല. അവർക്ക് കോർപ്പറേഷൻ്റെ പൊതുവിലുള്ള ചുമതലയുണ്ട്. 4-5 വാർഡ് പ്രത്യേകിച്ചുള്ള ചുമതല കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മറ്റേ അവർ സുഖമില്ലാതെ കിടക്കുകയുടെ വീട്ടിൽ 2 ദിവസം മെഡിക്കൽ കോളേജിൽ അസുഖം മറ്റ് കിടന്ന് ഒരു അസുഖത്തിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അത് ആ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിയിട്ട കാര്യങ്ങൾ. തെറ്റായ കാര്യമാണ് പറഞ്ഞത്. ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽ ആയിട്ടാണല്ലോ കാണുന്നത്. അതിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തു പോയത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും അസംബ്ലി ഇലക്ഷനെ CPM നോക്കിക്കാണുന്നത്? അസംബ്ലി ഇലക്ഷനിൽ CPM നോക്കിക്കാണാനൊന്നുമില്ല. 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരു ചരിത്രം കൂടി സൃഷ്ടിക്കും. അതിന് ഉതകുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നത്. ഓരോ ചില മാധ്യമങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് അറിവുള്ള ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന 65-68 ലക്ഷം ആൾക്കാരുണ്ട്. അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? എൻ്റെ ഈ തൊഴിലാളികൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങുന്ന 62 ലക്ഷം ആൾക്കാരുണ്ട്. ഇപ്പോൾ KSRTCയുടെ പ്രശ്നങ്ങൾ തീർത്തു. ഒരു പൊതു പ്രശ്നം പറയണം. ഒരു തൊഴിലാളികളുടെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇവരെല്ലാം കൂടെ ചേർക്കുമ്പോൾ തന്നെ ഏതാണ്ട് 2 കോടി ജനങ്ങൾ വരെയല്ലേ കേരളത്തിൽ. അപ്പോൾ അവർക്കാർക്കും ഒരു അസംതൃപ്തിയില്ല. അസംതൃപ്തി ചില മാധ്യമങ്ങൾക്കാണ്. അതിനിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അസംതൃപ്തി അങ്ങ് മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടും, വോട്ടും നേടും. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മന്ത്രി ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ജനകീയനാണ്. അപ്പോൾ നേമത്ത് അടുത്ത പ്രാവശ്യവും മത്സരരംഗത്തുണ്ടാവോ? അത് നിങ്ങൾക്കറിയാം. ഈ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുന്ന പോലെ എനിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രീതി അങ്ങനെയായിരിക്കും, സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള വിവരം. എൻ്റെ വീണ്ടും മത്സരിക്കണോ വേണ്ടത് സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച പോലും ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല. അത് പാർട്ടിയാണ് പ്രഖ്യാപിക്കുന്നത്, ഞാനല്ല പ്രഖ്യാപിക്കുന്നത്. അതേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.